ശരി, ശ്രീ ബിജി എബ്രഹാം, ഇപ്പോ പരമാവധി എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തിൽ ഈ ഒറ്റപ്പെട്ട വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കരിവാരി തേക്കാനുള്ള ഒരു ശ്രമം സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഉണ്ടാകുന്നുണ്ടോ എന്നതും ഒരു വിമർശനമാണ്. ഇപ്പം കഴിഞ്ഞ സർക്കാർ ആയിരുന്നുവെങ്കിൽ, പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ, ശ്രീ ബിജി എബ്രഹാം കേൾക്കാമോ? ഞാൻ അദ്ദേഹത്തിലേക്ക് പോകാനും ഏറെ വൈകി. ശ്രീ ബിജി എബ്രഹാം കേൾക്കുന്നുണ്ടോ? ശ്രീ ബിജി എബ്രഹാം കേൾക്കാമോ? ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അത് ഞാൻ ചോദിച്ചിരുന്നില്ല, ഇപ്പൊ ചോദിക്കാം. ശ്രീ ബിജി എബ്രഹാം, അതായത് ഈ സർക്കാരിന്റെ പോരായ്മ കൊണ്ട് മാത്രമാണ്, ഞങ്ങളാണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഞങ്ങളുടെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ, പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഡിവൈഎഫ്ഐ കളത്തിലിറങ്ങിയായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല, തുടങ്ങിയ ആ തരത്തിൽ ഒരു ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ശ്രമം കൂടി സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നുണ്ടോ? ഇതിപ്പം 2018-ലെയോ 2019-ലെയോ പോലെ സമാനമായ തരത്തിലുള്ളൊരു മനുഷ്യ അധ്വാനം വേണ്ടി വരുന്നില്ല, കാരണം അത് അപ്രതീക്ഷിതമായിരുന്നു. ഇത്തവണ എന്ന് പറയുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ അതിനനുസരിച്ച് പര്യാപ്തമാണ്, ഈ തദ്ദേശ സ്ഥാപനങ്ങളടക്കം എക്യുപ്ഡ് ആണ്, അങ്ങനെ കുറെ സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നത് എല്ലാം പാഴാണ്, അല്ലെങ്കിൽ എല്ലാം പോരായ്മയാണ് എന്ന തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അതെ മാധു മേഡം, താങ്കൾ ചോദിച്ചത് വളരെ ശരിയായ ഒരു ചോദ്യമാണ്. കാരണം നമുക്ക് മുൻ മാതൃകകൾ ഇപ്പോൾ ഉണ്ട്. 2018 കേരളത്തിൽ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് നമുക്കൊരു മുൻ മാതൃകകളും ഇല്ല. ഏതാണ്ട് നൂറ്റാണ്ടിലെ വെള്ളപ്പൊക്കം എന്നൊക്കെയാണ് അന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. എന്നാൽ ഇന്നത്തെ സാഹചര്യം നോക്ക്, എത്ര അപമാനകരമായ ഒരു ചോദ്യമാണ്. വീട്ടിലൊന്നും വെക്കാതെ ആണോ കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് എത്ര മോശമായ ചോദ്യമാണ്. പ്രത്യേകിച്ച് ഒരു ദുരന്ത ബാധിത പ്രദേശത്ത് ഉള്ള ആളുകൾ അവരുടെ സർവസ്വം നഷ്ടപ്പെട്ട് ഒരു ക്യാമ്പിൽ വന്ന് താമസിക്കുന്ന സമയത്ത് ചോദിക്കാൻ കൊള്ളുന്ന ചോദ്യമാണോ? അങ്ങനെ ഒരു ചോദ്യം കേൾക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിൽ പറയുന്ന ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, പല ആളുകളോടും വീട് ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ വന്ന് താമസിക്കാൻ പറഞ്ഞാലും അവർ വരാൻ തയ്യാറാകുന്നില്ല. അതെന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? അവർ ഈ ഇത്തരത്തിലുള്ള അപമാനകരമായ ചോദ്യം നേരിടേണ്ടി വരും എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. അത് ഒരു മനുഷ്യാവസ്ഥയാണ്, അത് ഈ ഉള്ളതെല്ലാം കെട്ടിപ്പിടിച്ചിരിക്കാനുള്ള ഒരു മനുഷ്യാവസ്ഥയാണ്. അത് അന്നും ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അന്ന് വാർത്തകൾ വായിക്കുകയും നിരന്തരം ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞവരുമാണ്. 450ഓളം ദുരിതാശ്വാസ ക്യാമ്പ് ഇന്നുള്ളത്. ഏതാണ്ട് 27,000-ഓളം ആളുകളാണ് ക്യാമ്പിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 150ഓളം പേരുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ക്യാമ്പ് തുടങ്ങാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 14.5 ലക്ഷം ആളുകളായിരുന്നു അന്ന് ദുരിതാശ്വാസ ക്യാമ്പിലുണ്ടായിരുന്നത്. ഏതാണ്ട് 3274 ക്യാമ്പുകൾ കേരളത്തിൽ പ്രവർത്തിച്ചായിട്ട് സർക്കാരിൻ്റെ ഒഫീഷ്യൽ റെക്കോർഡുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 34,15,934 പേരാണ് അഫക്റ്റഡ് ആയിട്ടുള്ളത്. കേരളത്തിന്റെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% ആളുകൾ അന്ന് അഫക്റ്റഡ് ആയിട്ടുണ്ട്. ഇതായിരുന്നു സാഹചര്യം. അതുകൊണ്ടാണ് അന്നത്തെ പ്രളയത്തിന്റെ സാഹചര്യവും ഇന്നത്തെ പ്രളയത്തിന്റെ സാഹചര്യവും തമ്മിൽ അൺപാരലലാണ്. താരതമ്യം നമുക്ക് നടത്താനേ സാധിക്കത്തില്ല. ഈ നൂറ്റാണ്ടിലെ പ്രളയം എന്നൊക്കെ അതുകൊണ്ടാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. ദേശീയവും അന്തർദേശീയവുമായ മാധ്യമങ്ങൾ അവരുടെ പ്രൈം ടൈമിൽ കേരളത്തിന്റെ ഈ ദുരന്തത്തെ വാർത്തയാക്കുന്നതിലും ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് റോയിറ്റേഴ്സും BBC-യും CNN-ഉം അൽ ജസീറ അടക്കമുള്ള ചാനലുകൾ കേരളത്തിലെ ഈ മഹാപ്രളയത്തെ വാർത്തയാക്കുകയും രാജ്യത്തിന് പുറത്തു നിന്ന് ധാരാളം സഹായം കേരളത്തിലേക്ക് ഓഫറൊക്കെ ഉണ്ടായി. അന്ന് യൂണിയൻ ഗവൺമെന്റ് അത്തരം സഹായം ഒന്നും സ്വീകരിക്കുന്നതിന് നമ്മളെ സംസ്ഥാനത്തെ അന്ന് അനുവദിച്ചില്ല. എന്നിരുന്നാലും മലയാളികളായിട്ടുള്ള ആളുകൾ CMDRF-ലേക്ക് ധാരാളമായി സംഭാവനയൊക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി എല്ലാ ദിവസവും കൃത്യമായി പ്രളയ സാഹചര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഈ പ്രളയം ആരംഭിച്ച ദിവസം കേരളത്തിൽ എത്ര അപമാനകരമായ ഒരു ചിത്രമായിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ച്. ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. ആ ഒരു ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിനുണ്ട്, പ്രത്യേകിച്ച് ഈ ദുരന്ത സമയത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോയതും വിരുന്നിന് പോയതും അമ്മായച്ചനെ കാണാൻ പോയതും ഒക്കെ. അന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ റെഡ് അലേർട്ട് ആയിരുന്നില്ല അന്ന്. തലേദിവസമൊക്കെ ഉണ്ടായിരുന്നത് ഓറഞ്ച് അലേർട്ടാണ്. ആളുകൾക്ക് അവരുടെ വസ്തുവകകൾ ഒക്കെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് മാറ്റാൻ പോലുമുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. വലിയ നഷ്ടമാണ് ആളുകളുടെ വീട്ടുപകരണങ്ങൾക്ക്, കച്ചവട സ്ഥാപനങ്ങളിലും മറ്റും ഉണ്ടായിരിക്കുന്നത്. ആ നഷ്ടം നികത്താനൊക്കെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന നഷ്ടപരിഹാരമൊക്കെ വളരെ അപര്യാപ്തമാണ്. അവർക്കുണ്ടായിരിക്കുന്ന മാനസികമായ പ്രയാസം വളരെ വലുതാണ്, സാമ്പത്തികമായ നഷ്ടം വളരെ വലുതാണ്. പലർക്ക് വീട് തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തന്നെ കുട്ടനാടും അപ്പർ കുട്ടനാടും
ഈ പ്രളയത്തിൻ്റെ ഇപ്പം മഴ ഏതാണ്ട് കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ ഈ അപ്പർ കുട്ടനാടും വിയപുരവും ചെറുതനയും എടത്തുവായും മുട്ടാറും അടക്കമുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ സമ്പൂർണ്ണമായും വെള്ളത്തിലായി കിടക്കുകയാണ്. പലയിടത്തും തുരുത്തുകളാണ്. ആ പ്രദേശങ്ങളിലേക്കൊക്കെ യഥാർത്ഥത്തിൽ മൊബൈൽ ക്ലിനിക്കുകളൊക്കെ ഉണ്ടാവണം. അവരുടെ വീടുകളിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനായിട്ട് അവർക്ക് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കുന്നില്ല. ഏതാണ്ട് 2 ആഴ്ചയോളം മഴ കഴിഞ്ഞാലും മരം പെയ്യും എന്ന് പറയുന്നത് പോലെ ഈ അറബിക്കടലിലേക്ക് ഈ പറയുന്ന വെള്ളം ഒഴുകി പോകുന്ന സാഹചര്യം വളരെ പതുക്കെയാണ് സംഭവിക്കുന്നത്. വേലിയേറ്റവും നന്നായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തത്തിൻ്റെ വ്യാപ്തി ഈ ദിവസങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത്. അവിടെയൊക്കെ ദുരിതാശ്വാസ പ്രവർത്തനവുമായിട്ട് യഥാർത്ഥത്തിൽ സർക്കാർ സംവിധാനങ്ങൾ യഥാവിധം പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയത്താണ് ഇന്ന് ചങ്ങനാശ്ശേരിയിലൊക്കെ ഉണ്ടായിരിക്കുന്ന പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആളുകൾ വളരെ നിരാശരാണ്. ഈ ഒരു സാഹചര്യമായിരുന്നില്ല 2018 ഉണ്ടായിരുന്നത്. തങ്ങളുടെ തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാൽ അതിനു മുമ്പേ കപ്പലിറക്കാം എന്നുള്ള ഒരു ധൈര്യമാണ് അന്നത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയത്. അത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു ആശ്വാസവും പ്രത്യാശവും ചില്ലറയല്ല. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഈ പ്രളയം ഉണ്ടായിരിക്കുന്ന ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ വിമർശനം ഉണ്ടായത് കൊണ്ടാകാം ഈ കഴിഞ്ഞ ദിവസവും ഇന്നും അദ്ദേഹം പത്രസമ്മേളനം നടത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നുള്ളത് ആശ്വാസകരമാണ്. അപ്പോൾ തന്നെയും ഈ പ്രതിപക്ഷത്തുള്ള ആദ്യഘട്ടത്തിൽ അരുൺകുമാർ അത് സൂചിപ്പിക്കുകയുമുണ്ടായി. പ്രതിപക്ഷ MLA-മാരെ ഇന്ന് ജനീഷ് കുമാറിൻ്റെ പ്രസ്താവന നിങ്ങൾ എല്ലാവരും കേട്ടതാണല്ലോ. പ്രതിപക്ഷ MLA-മാരായിട്ട് അവരുടെ ആവലാതികൾ കേൾക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറാകുന്നില്ല. രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ മഹാദുരന്തത്തെ നേരിടേണ്ടതിന് പകരം അതിനെ രാഷ്ട്രീയമായി കാണുകയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ പറയേണ്ടുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ ഉള്ളത്. പ്രത്യേകിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന നാശം വളരെ വലുതാണ്. ഞാൻ ഈ അപ്പർ കുട്ടനാട് താമസിക്കുന്ന ഒരാളും കൂടിയാണ്. നെൽകൃഷി, മത്സ്യകൃഷി നടത്തുന്നവർ, പച്ചക്കറി കൃഷി നടത്തുന്നവർ, ഓണം പ്രമാണിച്ചൊക്കെ വിത്ത് വിതച്ച് വിള ഉണ്ടാകാൻ കാത്തിരിക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കുന്നതൊക്കെ നഷ്ടം എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത നഷ്ടമാണ്. അവരുടെയൊക്കെ ഈ ഓണം എന്ന് പറയുന്നത് വളരെ സങ്കടകരവും ദുരന്തവുമായി മാറാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു ആശ്വാസം പ്രദാനം ചെയ്യത്തക്ക രീതിയിലുള്ള ആശ്വാസ പദ്ധതികൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാവണം. മുഖ്യമന്ത്രി പറയുന്ന നഷ്ടം, ഉടനടി നൽകുന്ന നഷ്ടം, അതിനുശേഷം നൽകുന്ന നഷ്ടം, വീട് നഷ്ടപ്പെടുന്നവർക്കുള്ള നഷ്ടം, ആൾ നഷ്ടമുണ്ടായവർക്കുള്ള നഷ്ടപരിഹാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറയുകയും Debate with Madhu Saji.